വിഷ്ണു, ഇപ്പോഴും ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതല്ലാതെ അത് ഫലം കണ്ടിട്ടില്ല. എറണാകുളം അങ്കമാലിക്ക് സമീപമാണ് കിടങ്ങൂരിൽ ഒരു ആന ഒരാളെ ചവിട്ടിക്കൊന്നിരിക്കുന്നത്. കൊല്ലം സ്വദേശി വിഷ്ണുവിനെയാണ് ചവിട്ടിക്കൊന്നത്. കിടങ്ങൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തൊഴുവാൻ വേണ്ടി കൊണ്ടെത്തിച്ചതാണ് കൊല്ലം മയ്യനാട് പാർത്ഥസാരഥി എന്ന ആന. ഈ ആന വിരണ്ടോടുകയായിരുന്നു. ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. വിഷ്ണു, ഇപ്പോഴും ഏതാണ്ടൊരു അക്രമാസക്തനായി തന്നെയാണ് ആനയെ കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ നശിപ്പിക്കുന്നുണ്ട്. അവിടെയുള്ള സ്വിഫ്റ്റ് ഡിസയർ കാർ ഏതാണ്ട് പപ്പടം പൊടിക്കുന്ന പോലെ പൊടിച്ചിട്ടുണ്ട് ആന. പിന്നെ വീണ്ടും അക്രമം നടത്തുന്ന തരത്തിലേക്ക് ഒരു വിരണ്ട് തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ വിരട്ടുന്ന നിലയിൽ തന്നെയാണല്ലോ ആന ഇപ്പോഴും കാണുന്നത്. തളയ്ക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളമായി? ഇരിങ്ങാലക്കുടയിൽ നിന്ന് RRT സംഘം എത്തിയോ? ആനയെ മയക്കുവെടി വെക്കുക എന്നതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? GK, ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് നിലവിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു സാധ്യത. കാരണം ആന അത്രത്തോളം വയലൻ്റ് ആണ്. ഒരു തരത്തിൽ ഒരു സെക്കൻഡ് പോലും ആന കാം ഡൗൺ ചെയ്തിട്ടില്ല. പരമാവധി ആളുകൾ, ഈ പാപ്പാന്മാരും അതോടൊപ്പം തന്നെ ടാസ്ക് ഫോഴ്സും ഒക്കെ ആനയ്ക്ക് ചുറ്റും നിന്ന് ബെൽറ്റ് അടിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ആന അതിനൊന്നും വഴങ്ങുന്നില്ല. വാഹനം തകർക്കുകയും തൊട്ടപ്പുറത്തുള്ള പന്തലിലേക്ക് ഇടിച്ചു കയറുകയും ഒക്കെ ചെയ്യുകയാണ്. ഫുൾ ടൈം ഈ ആന പുറകെ ആളുകൾ അടുത്തേക്ക് വരുമ്പോൾ ആന പുറകെ ഓടുന്നത് കൂടിയാണ് നമ്മൾ കാഴ്ചയിൽ കാണുകയാണ്. ഇപ്പോൾ വെറ്റിനറി ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നടപടികൾ ഉടൻ തന്നെ ആനയെ തളയ്ക്കാനുള്ള നടപടിയിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാവുന്നത്. ഈ ക്ഷേത്രവുമായി ഈ ആനക്ക് ബന്ധമില്ല. ഈ ആനയെ ഇവിടെ തൊഴിയിക്കാൻ എത്തിച്ചതാണ് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിനിടയിലാണ് ഈ ഇത്രയും അക്രമ സംഭവത്തിലേക്കൊക്കെ ആന പോയത്. 9:30 മുതൽ ആരംഭിച്ച 9:30 മുതലാണ് ഈ ആന ഇങ്ങനെ വയലൻ്റായി നിൽക്കാൻ തുടങ്ങിയത്. അപ്പോൾ തൊട്ട് ആളുകളൊക്കെ ഈ സമീപ പ്രദേശങ്ങൾ, അതായത് അമ്പലമുറ്റമാണ്, ഈ അമ്പലത്തെ മുറ്റത്തിന് തൊട്ട് സമീപത്തൊക്കെ വീടുകളുണ്ട്. ആ വീടുകളിലൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ഉള്ളത്. അന്ന് രാവിലെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ മാത്രമാണ് ഒരല്പം ശാന്തതയെങ്കിലും ഇങ്ങനെ ഒരു പോസിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശാന്തത കാണിച്ച് ഇപ്പോൾ ഈ ഒരു മിനിറ്റിൽ മാത്രമാണ് ആന ഇത്രയും നേരമായി നമ്മളിവിടെ വന്നിട്ട് നിൽക്കുന്നത്. അതൊരു പോസിറ്റീവ് സൈൻ ആണോ എന്ന് അറിയില്ല. ആന കാം ഡൗൺ ചെയ്തതാണോ എന്ന് അറിയില്ല. നിലവിൽ പാപ്പാന്മാരാരും അടുത്തൊന്നുമില്ല, എല്ലാവരും മാറി നിൽക്കുകയാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ആന അക്രമാസക്തമാകാം എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു 10 മീറ്റർ പോലും അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്ത സാഹചര്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും മാറി മാറി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഒപ്പം RRT ഒക്കെ ഇടപെട്ട് ബാക്കി നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ ഡോക്ടർ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. ഡോക്ടർ എത്തിയ പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ ഇതിൻ്റെ മറ്റ് നടപടികളിലേക്ക്, മയക്കുവെടിയാണെങ്കിൽ അതിലേക്ക് കടക്കും. അതിനുശേഷം ഇവിടെ നിന്ന് ആനയെ കൊണ്ടുപോകും. ഇത് വളരെ ഭയാനകമായ ദൃശ്യങ്ങളാണ് ആന കാണിക്കുന്നത്. നമ്മൾ കണ്ടത് ആ കാറ്, ഒരു സ്വിഫ്റ്റ് കാർ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലെ ഉടമയുടെ ആ കാറ്, അവരുടെ വീടിന് മുമ്പിലാണ് ആ കാർ പാർക്ക് ചെയ്തിരുന്നത്. ആ കാർ ആ ഉടമയുടെ മുമ്പിൽ വെച്ച് തന്നെ ആന പപ്പടം പൊടിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അതിനും അപ്പുറത്തേക്കൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. ആ തൊട്ടപ്പുറത്തെ വീടിൻ്റെ മതിൽ ഭാഗം, ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി ആ കാർ ഇവിടുന്ന് വലിച്ചുകൊണ്ടുപോയി. ഏകദേശം ഒരു 25 മീറ്റർ ഉണ്ട്. ആ 25 മീറ്ററൊക്കെ ആ കാർ വലിച്ചുകൊണ്ടുപോയി അവിടുത്തെ മതിലിൽ ചേർത്ത് ഇടിച്ച് ആ മതിലിൻ്റെ മുകൾഭാഗത്തിലുണ്ടായിരുന്ന ആ ഒരു ഭാഗം, ഒരു കോൺക്രീറ്റ് കട്ടിയുണ്ട്, അതും ഇടിച്ച് നിലത്തേക്ക് ഇടുന്ന അത്രയും വയലൻ്റ് ആയിട്ടുള്ള ആനയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ ഒന്ന് കാം ഡൗൺ ആയിട്ടുണ്ട്. ഇനി ബാക്കി കാം ഡൗൺ ആയ ഘട്ടത്തിൽ ആ സമയത്ത് എന്തെങ്കിലും ഓപ്പറേഷൻ എന്തെങ്കിലും ഒരു ഈ തളക്കാനുള്ള ഓപ്പറേഷൻ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. ഇങ്ങോട്ടേക്ക് ആരും, ഈ അമ്പലമുറ്റത്തേക്ക് ഈ പറയുന്ന RRT സംഘത്തിലെ ആരും എത്തിയിട്ടില്ല. ടാസ്ക് ഫോഴ്സിലെ ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. പാപ്പാന്മാരും ഉണ്ട്, മറ്റാരും എത്തിയിട്ടില്ല. ആനത തിരികെ ക്ഷേത്രത്തിൻ്റെ മുൻപിലേക്ക് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നേരത്തെ ഒരാൾ പ്രതികരിച്ചതനുസരിച്ച് ഈ മറ്റേ മരിച്ച ആളെ അതിക്രൂരമായാണ് അയാൾ ഉപദ്രവിച്ചത്. അതിനുശേഷം പപ്പാനെയും അതേപോലെ തന്നെ വാരി വലിച്ച് നിലത്ത് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആണ് ടാസ്ക് ഫോഴ്സിലെ ആളുകളൊക്കെ പിന്നീട് എത്തി ആനയെ തളയ്ക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷെ അത് സാധ്യമായിട്ടില്ല. ഇപ്പോൾ നമ്മൾ വന്നിട്ട് തന്നെ ഏകദേശം ഒരു 20 മിനിറ്റായി. ഈ 20 മിനിറ്റിലും ഒരു തരത്തിലും ആളുകൾക്ക് ആനയുടെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. ആന ഇപ്പോൾ ഈ അമ്പലത്തിന് മുൻപ് ഇപ്പോൾ ഒരു ശാന്ത സ്വഭാവം കാണിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ ആളുകൾ അടുത്തേക്ക്, അതായത് ഈ ടാസ്ക് ഫോഴ്സിലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്കമാലിയിൽ ഇപ്പോഴും ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അങ്കമാലിക്ക് സമീപം കിടങ്ങൂരിലാണ് ആനയുടെ ചവിട്ടേറ്റ് ഒരാൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കൊല്ലം സ്വദേശി വിഷ്ണുവിനെയാണ് ചവിട്ടിക്കൊന്നത്. ആ രക്തപ്പാടുകൾ ഇപ്പോഴും ആ ആനയുടെ കൊമ്പിൽ കാണാൻ കഴിയും. ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എത്തിച്ച കൊല്ലം മയ്യനാട് പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന വാഹനം പൂർണ്ണമായും ആന തകർത്തിട്ടുണ്ട്. ആന ഇപ്പോൾ ശാന്ത രൂപത്തിൽ നിൽക്കുന്നുവെങ്കിൽ പോലും പൂർണ്ണമായി ആനയെ ഇപ്പോൾ തളയ്ക്കാൻ പറ്റുന്ന സാഹചര്യമാണോ എന്നറിയില്ല. ഏതായാലും RRT മയക്കുവെടി വെക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.